ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷാണെങ്കിൽ പല കള്ളത്തരങ്ങളും മെനഞ്ഞ് പല കാര്യങ്ങളും ചെയ്ത് നിധിയെ തൻ്റെ വരുതിയിലാക്കാൻ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ നിധിയാണെങ്കിൽ അമ്പനും വില്ലിനും അടുക്കണില്ലേ. കാരണം അതായത് സുധീഷ് ചെയ്യുന്ന ഓരോ കള്ളത്തരങ്ങളും നിധി കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സുധീഷിനോട് ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ തോന്നുകയാണ് കേട്ടോ. കാരണം എന്ത് ചെയ്താലും അതിൻ്റെയൊക്കെ പിന്നിലൊരു കുരുട്ടുബുദ്ധിയും കള്ളത്തരങ്ങളും ഒക്കെ സുധീഷിനുള്ളത് കൊണ്ട് തന്നെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ നിധിക്ക് സാധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിവോഴ്സ് പെറ്റീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നിധി അതിൽ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. അവിടെ സുധീഷിൻ്റെ സ്നേഹമോ തന്നോടുള്ള പ്രണയമോ ഒന്നും തന്നെ നിധി വകവയ്ക്കുന്നില്ല കേട്ടോ, കണക്കാക്കുന്നില്ല. കാരണം നിധിക്ക് ഒരിക്കലും സുധീഷിനെ ആ ഒരു രീതിയിൽ കാണാനോ സ്നേഹിക്കാനോ കഴിയില്ല എന്ന് നിധി തൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കായിരിക്കും കേട്ടോ. പക്ഷേ സുധീഷാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. സുധീഷിനെ എങ്ങനെയെങ്കിലും നിധിയെ തൻ്റെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം സുധീഷിൻ്റെ മനസ്സിൽ ഇങ്ങനെ അലകൊള്ളുകയാണ് കേട്ടോ. ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് സുധീഷ് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാണ്. അതൊക്കെ പൊട്ടത്തരങ്ങളായി മാറുകയും ചെയ്യുകയാണേ. അങ്ങനെ ഏട്ടന്മാരും കട്ടയ്ക്ക് ഏട്ടനും അനിയന്മാരും ഒക്കെ കട്ടയ്ക്ക് കൂടെ നിൽപ്പുണ്ടെങ്കിലും അതൊന്നും ഏൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നീതുവിൻ്റെ ആങ്ങളേനെ ഇവർ ഏട്ടനും അനിയന്മാരും എല്ലാവരും കൂടെ ചേർന്ന് തല്ലി ചതയ്ക്കുന്നുണ്ട് കേട്ടോ. അത് നിധിയോട് ഇങ്ങനെ മോശമായ രീതിയിൽ പെരുമാറിയത് കൊണ്ടാണ് അങ്ങനെ തല്ലി ചതയ്ക്കുന്നത്. അപ്പോൾ നിധിക്ക് വേണ്ടിയിട്ട് ഏതും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സുഭാഷ് ഏട്ടനും അതുപോലെ തന്നെ നിധിയുടെ മുൻപിൽ ആളാവാൻ കിട്ടിയ അവസരം മുതലാക്കാൻ ശ്രമിച്ച് സുധീഷും അതുപോലെ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ നീതുവിൻ്റെ ആങ്ങളേനെ പഞ്ഞിക്കിടുകയാണ് കേട്ടോ. അങ്ങനെ നീതുവിൻ്റെ ആങ്ങളേനെ ഇങ്ങനെ തല്ലിയത് അറിഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ നീതു ഹരീഷിനെ വിവാഹം കഴിക്കുന്നതിനോട് അവർക്ക് യാതൊരുവിധ യോജിപ്പും താല്പര്യവും ഇല്ലായിരിക്കും. ആ ഒരു സമയത്താണ് തൻ്റെ മകനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചതും കൂടെ കാണുന്നത്. അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ അവർ ഒട്ടും തന്നെ ഈ ബന്ധത്തിന് സമ്മതിക്കണില്ല കേട്ടോ. അങ്ങനെ നീതുവിനോട് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ മരിച്ചാലും ശരി നിന്നെ കൊണ്ട് അവനെ വിവാഹം കഴിക്കാൻ സമ്മതിപ്പിക്കില്ല. ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി നിനക്ക് അത്രമാത്രം അവനെ തന്നെ വിവാഹം കഴിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ശവത്തെ ചവിട്ടി നീ അത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ തകർന്നു പോകുകയാണ് കേട്ടോ നമ്മുടെ നീതു. ഇനി എന്ത് ചെയ്യും ഏത് ചെയ്യണമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന നീതുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീതു നേരെ ഹരീഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനെ എല്ലാവരും കൂടെ തല്ലി ചതച്ചില്ലേ, ഏട്ടൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് വന്നാലും അത് നിങ്ങൾക്ക് എന്നെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾക്ക് അത് വേണ്ടാന്ന് വെക്കാമായിരുന്നില്ലേ, എൻ്റെ ഏട്ടൻ പാവം ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിൻ്റെ ഏട്ടൻ പറഞ്ഞ വാക്കിനാണ് ഞങ്ങൾ ഏട്ടൻ മറുപടി കൊടുത്തത്, അല്ലാതെ വേറൊന്നിനുമല്ല. ചുമ്മാ നിൽക്കുന്ന ഒരാളെ ആരും പോയി തല്ലില്ലല്ലോ. നിധിനെ എന്തൊക്കെയാവൻ പറഞ്ഞെന്നറിയാം, മോശമായി നിധിയോട് പെരുമാറി, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഹരീഷിനോട് നീതി ചോദിക്കുന്നുണ്ട്, ഹരീഷ് ഞാൻ നിധി ആരാ, നീ തന്നെ പറ. നിധി ഈ വീട്ടിലേക്ക് വന്നതുപോലെ തന്നെയല്ലേ ഞാൻ ഈ വീട്ടിൽ വരേണ്ടവളല്ലേ. അപ്പോൾ ഞാൻ ഈ വീട്ടിലെ മരുമകൾ ആ ഒരു സ്ഥാനത്ത് തന്നെയല്ലേ എന്നെയും കാണേണ്ടത്. അപ്പോൾ നിധിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നില്ലേ. എൻ്റെ ഏട്ടനെ തല്ലാതെ വിട്ടുകൂടായിരുന്നോ. ഒന്നാമതേ നമ്മൾ തമ്മിലുള്ള ബന്ധം വീട്ടിലാർക്കും ഇഷ്ടമല്ല. എന്നിട്ടിപ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്തു വെച്ചാൽ അവർ നമ്മുടെ ബന്ധത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഹരീഷ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ഹരീഷിന് നീതുവിനെ ഒന്ന് സമാധാനിപ്പിക്കണമെന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ നീതുവിൻ്റെ ആങ്ങളെ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റും അതുപോലെ തന്നെ ആങ്ങളയുടെ കയ്യിലിരിപ്പ് കൊണ്ടും തല്ലിയതായതുകൊണ്ട് തന്നെ ഹരീഷ് നീതുവിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇവർ പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റുള്ളത്, നിൻ്റെ ഏട്ടൻ രണ്ടെണ്ണം കിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഏട്ടത്തിയോട് അത്രമാത്രം മോശമായ വാക്കുകൾ അവൻ പ്രയോഗിച്ചത് അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് അതുകൊണ്ടാണ് തല്ലിയത്. അതിൽ ഇത്ര ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചില്ലെങ്കിൽ സമ്മതിക്കേണ്ട, അത്ര തന്നെ എന്ന് പറയാൻ കേട്ടോ. ഇതും കൂടെ കേൾക്കുമ്പോൾ നീതു ഹരീഷുമായിട്ട് വഴക്കടിച്ച് അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ നീതു നീ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വേറൊന്നും ഞങ്ങളുടെ മുൻപിൽ വഴിയില്ലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ.
നിധി സങ്കടം കൊണ്ട് ഇങ്ങനെ കരഞ്ഞു വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കിയില്ല, അതാ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഹരീഷ് പറഞ്ഞിട്ട് എന്തിനാ സുഭാഷ് ചേട്ടാ ഇവളോട് ഇങ്ങനെ കേണ് അപേക്ഷിച്ച് കാര്യങ്ങൾ പറയുന്നത്, അവൻ അർഹിച്ചത് തന്നെ അവന് കിട്ടിയത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നിധി പറയുന്നുണ്ട് ഞാൻ കാരണമല്ലേ നീതു, ഞാൻ കാരണം നിനക്ക് വിഷമമായെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പം വിഷമമായെങ്കിലോ എൻ്റെ ഏട്ടനെ ഏത് രീതിക്ക് തള്ളി ചതിച്ചിട്ടേക്കുന്നതിന് നിധിക്ക് അറിയോ എന്ന് ചോദിച്ചിട്ട് നീതു അങ്ങനെ ഇറങ്ങിപ്പോകുകയാണ് കേട്ടോ. ഹരീഷിനെ ഒരു നോട്ട് നോക്കിയിട്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങളും നമ്മൾ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞതൊക്കെ മിക്കവാറും ഇതോടെ അവസാനിക്കുമെന്നാണ് തോന്നുന്നത് ഹരീഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ഹരീഷാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കാനുണ്ടോ. സുഭാഷ് ചേട്ടനും സുധീഷിനും എല്ലാവർക്കും ആകെ സങ്കടമായിട്ടോ. നീതു ഇതോടെ പിണങ്ങിപ്പോയെന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കാനായിട്ടോ. പക്ഷേ നീതുവിൻ്റെ മനസ്സിൽ ഹരീഷിനെ ഒരിക്കലും വെറുക്കാനോ അല്ലെങ്കിൽ ഹരീഷിനെ അകറ്റാനോ ഒന്നും നീതുവിന് കഴിയില്ല കേട്ടോ. പക്ഷേ വീട്ടിൽ നീതുവിനെതിരെ ആ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങും ഇങ്ങും പറ്റാത്തൊരവസ്ഥയിൽ നീതി നിൽക്കുകയാണ്. അങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ നീതുവിൻ്റെ ആങ്ങളെയാണെങ്കിൽ കാലും കൈയും ഒക്കെ ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ കട്ടിലിൽ കിടക്കുമായിരിക്കുമല്ലോ. എന്നിട്ട് നീതുവിനോട് പറയുന്നുണ്ട് കണ്ടോ അവളെ ഒന്ന് ചെറുതായിട്ട് രീതിയിൽ ഞാൻ നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോ പെൺപിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ കുശലാന്വേഷണങ്ങൾ നടത്തുമല്ലോ, ആ രീതിക്ക് ഞാൻ അവളെ ചോദിച്ചതിന് അവൾ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് അവന്മാരോട് പോയി പറഞ്ഞു. അവന്മാർ വന്ന് തന്നെ നിൻ്റെ ആങ്ങളെയാണെന്ന് പോലും നോക്കാൻ തല്ലി ചതച്ചത് കണ്ടില്ലോ. ആ വീട്ടിലേക്ക് നിനക്ക് ഇനിയും പോകണമെന്നാണോ നീ പറയുന്നത്? എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല നീതു. കണ്ടോ, നിനക്ക് എന്നോടൊരു ഇത്തിരിയേലും സ്നേഹമുണ്ടെങ്കിൽ നീ ഇതുകൊണ്ട് എല്ലാം മനസ്സിലാക്കും, ഇതുകൊണ്ടെല്ലാം അവസാനിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ നീതുവിൻ്റെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. നീതു രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നീതുവിൻ്റെ മനസ്സിൽ മൊത്തം ഹരീഷിൻ്റെ മുഖമായിരിക്കും കേട്ടോ. അപ്പോഴും നീതു ചിന്തിക്കുന്നുണ്ട്, എന്നെ അവന് ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ അവൻ തല്ലി ചതയ്ക്കാൻ കൂട്ടു നിൽക്കുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് പുല്ല് വിലയല്ല അവൻ തന്നിരിക്കുന്നത്. അവൻ്റെ ഭാര്യയായിട്ട് ആ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലണോ? എല്ലാവരും എതിർത്ത് അവനെ മറന്നേക്കാം, അതാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ നീതു മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും മറുഭാഗത്ത് നീതു നമ്മുടെ ഹരീഷുമായിട്ട് ഒത്തുള്ള ആ ഒരു നല്ല മുഹൂർത്തങ്ങൾ, നല്ല നിമിഷങ്ങൾ, ആ ഒരു പ്രണയാതരമായ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ നീതുവിന് ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ആകെ സങ്കടത്തിൽ നിൽക്കുന്ന നീതുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹരീഷ് രാത്രി നീതുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ നീതു അറ്റൻഡ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഹരീഷിനും ആകെ സങ്കടമാകാൻ കേട്ടോ. അവളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടു ഭാഗത്തും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ ഹരീഷ് ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ സുഭാഷ് വന്നിട്ട് ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ അവളെ പറഞ്ഞിട്ട് എന്ത് കാര്യം, അവളുടെ ആങ്ങളെയല്ലേ, എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ രക്തമല്ലേ, ഇപ്പോൾ നിനക്കൊരു അപകടം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കുമോ എന്ന് പറയുന്ന പോലെയുള്ളൂ ആ കൊച്ചിൻ്റെ കാര്യം. അതുകൊണ്ട് ആ കൊച്ചിനെ നീ വിഷമിപ്പിക്കേണ്ട, നീ വിളിച്ച് സമാധാനിപ്പിക്കുക, ഇനി ഇങ്ങനൊരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് പറ എന്നൊക്കെ പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടാ ഞാൻ അവളെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു, അവൾ ഫോൺ എടുക്കുന്നില്ല, ഇപ്പോൾ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ദേഷ്യത്തിലായിരിക്കും, സാരമില്ല, നാളെ ആകുമ്പോഴത്തേനും ഒന്ന് തണുക്കുമായിരിക്കും, നീ അവൾ ഫോൺ എടുത്തിൽ നേരിട്ട് കണ്ടാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് ആ കുട്ടീനെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണം, അങ്ങനെ അറ്റുപോകേണ്ട ബന്ധമല്ല നിങ്ങളുടേത്, നീ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അവൾ നിന്നെ തിരിച്ചത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വന്ന് അവളുടെ കാല് പിടിക്കണമെങ്കിൽ അതും ഞാൻ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ എന്താ സുഭാഷ് ചേട്ടാ ഇത്, അത് 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും, എങ്ങനെയെങ്കിലും ഞാൻ മാറ്റിക്കോളാം, സുഭാഷ് ചേട്ടൻ്റെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഹരീഷിനെ മറക്കാനാവാത്ത നിധിയാണെങ്കിൽ ഹരീഷിനെ ഫോൺ ചെയ്യാനും അതുപോലെ തന്നെ കാണാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം തടയുകയാണ് കേട്ടോ നമ്മുടെ നീതുവിൻ്റെ ആങ്ങള. അങ്ങനെ നീതു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിലിരിക്കുകയാണ്. ഹരീഷിനെ ഒന്ന് വിളിക്കണം എന്നൊക്കെ അങ്ങനെ ആരും കാണാതെ രാത്രിയിൽ ഹരീഷിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ നീതു. അങ്ങനെ നീതു ഒളിച്ചോടി വന്നു എന്ന് ഒന്ന് പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ നീതു അപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നീതുവിൻ്റെ കവളത്ത് തന്നെ ഒന്ന് ആഞ്ഞടിക്കുന്നുണ്ട് കേട്ടോ നീതുവിൻ്റെ അമ്മ. അപ്പോൾ നീതു പറയുന്നുണ്ട്, ഞാൻ ഹരീഷിനൊന്ന് കാണാൻ വേണ്ടി പോയതാ, അല്ലാതെ മറ്റൊന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ, നാട് നീള ഇനി നീ നിൻ്റെ തോന്നിവാസങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഞങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ മോനെ തല്ലിച്ചതച്ചത് അവന്മാർ, അതുകൊണ്ട് ആ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കില്ല എന്ന്, നീ എന്തെങ്കിലും ഞങ്ങളെ ധിക്കരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ശവത്തെ ചവിട്ടി പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഒരു വാക്ക് മൂളിയാൽ മതി, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവനെടുക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ആകെ നീതു സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ നീതു ആണെങ്കിൽ ആരും അറിയാതെ അങ്ങനെ ഹരീഷിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഹരീഷിനെ വിവാഹം കഴിക്കാനായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാണ്. നീതു സുഭാഷ് ചേട്ടനും എല്ലാവരും ചേർന്ന് ഹരീഷിൻ്റെയും നീതുവിൻ്റെയും വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നീതുവിൻ്റെ അമ്മയും അച്ഛനും. പക്ഷേ നീതുവിൻ്റെ ആങ്ങളയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹരീഷിനെ വകവരുത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹരീഷിനെ വകവരുത്താൻ വേണ്ടിയിട്ട് തൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുകയും അതിനുള്ള പ്ലാനിങ്ങുകളൊക്കെ നടത്തുകയും ചെയ്യുകയാണ് കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും നീതു ഗർഭിണിയാണെന്നൊക്കെ അറിയാൻ കേട്ടോ. അതായത് വിവാഹത്തിന് മുൻപേ തന്നെ നീതു ഗർഭിണിയാണെന്നും അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ചതെന്നൊക്കെയുള്ള സത്യങ്ങൾ അറിയാൻ കേട്ടോ നീതുവിൻ്റെ അമ്മ. അങ്ങനെ നീതുവിൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ ചാടി ഉറക്കിൽ നിന്ന് എണീക്കാൻ കേട്ടോ. നീതുവിൻ്റെ അമ്മ കണ്ട സ്വപ്നമായിരിക്കും അത്. ഇവർ വിവാഹം കഴിച്ചതും അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതും അങ്ങനെയെല്ലാം സ്വപ്നം കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നീതുവിൻ്റെ അമ്മയാണെങ്കിൽ ഉറക്കത്തിൽ നിലവിളിച്ചുകൊണ്ട് ഉണർന്നത് കേട്ട അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ, എന്താണോ തനിക്ക് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനൊരു ദുസ്വപ്നം കണ്ടു, അങ്ങനെങ്ങാളം വരുമോ എന്ന് ചോദിക്കുമ്പോൾ കാര്യം പറയുമ്പോൾ മിക്കവാറും അതൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളല്ലേ, നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരു ഭാഗത്ത് മോൻ്റെ ഇത് കാണണം, മറുഭാഗത്ത് മകളുടെ, നമുക്ക് എന്തൊരു വിധിയാണോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് നീതു ആണെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടനെയും ഒന്നും വിഷമിപ്പിക്കാതെ ഇപ്പോൾ ഹരീഷിനെ ഒന്ന് കാണാനോ വിളിക്കാനോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ആ നീതുവിൻ്റെ മനസ്സ് നിറയെ ഹരീഷായിരിക്കും. അപ്പോഴും അവരോട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് നിറയെ ഹരീഷാണ്, ഇനിയൊരു വിവാഹമുണ്ടെങ്കിൽ അത് ഹരീഷിന് കൂടെ മാത്രമായിരിക്കും, പക്ഷേ നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീതു അങ്ങനെ പോകുകയാണ് കേട്ടോ. അങ്ങനെ